ഇടതുപക്ഷം ഇല്ലാതെ ഒരു മലയാളിക്ക് ജീവിക്കാൻ കഴിയില്ല. ഉറപ്പാണ്. ഇടതുപക്ഷം എനിക്ക് സാധിക്കില്ല, ഇടതുപക്ഷം ഇല്ലാതെ. പക്ഷെ ആ ഇടതുപക്ഷം ദുർബലമാകുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ആദി എന്ന് പറയുന്നത്. എല്ലാത്തിനോടും സമരസപ്പെടുക, കേട്ടോ, സമരസപ്പെട്ടു പോവുക എന്നുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള നിലപാടുകൾ, നമ്മളാക്കിയിട്ടുള്ള നിലപാടുകൾ, അതിനൊക്കെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അപജയം സംഭവിക്കുക. അത് അബദ്ധ സഞ്ചാരങ്ങൾ ചെയ്യാണ് ഇടതുപക്ഷം, കേട്ടോ. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ഇടതുപക്ഷം തന്നെയാണ്, മറ്റുള്ളവരല്ല. എനിക്കൊന്ന് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശത്രു സംഘപരിവാർ അല്ല, ഇടതുപക്ഷം തന്നെയാണ്, കേട്ടോ. അവരവരെ മനസ്സിലാക്കുന്നില്ല. അത് ഇടതുപക്ഷം ഇവിടെ ദുർബലമായി കഴിഞ്ഞാൽ പിന്നെ മലയാളി ഇല്ല, പിന്നെ ഞാൻ എന്നെ മലയാളി എന്ന് വിളിക്കില്ല, കേട്ടാ. എന്നെ മലയാളിയാക്കുന്നത് ഇവിടുത്തെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷമാണ്. അപ്പൊ എനിക്കിപ്പം സത്യം പറഞ്ഞില്ല, എനിക്കിപ്പം സംഘപരിവാറിനല്ല പേടി, ഇടതുപക്ഷത്തെയാണ് പേടി, കേട്ടാ. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല. ഇപ്പൊ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പട്ടിണി ഇല്ലാതെ എല്ലാവർക്കും കടപ്പാടമുണ്ട്. വളരെ കുറച്ച് പേരേ ഉള്ളൂ കടപ്പാടമില്ലാത്തത്, വളരെ കുറച്ച് പേര്. അപ്പൊ അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട ഒരു കേരളത്തിലേക്കാണ് നമ്മൾ നിഷ്ക്രമിച്ച് വന്നത്. നമ്മൾ അവിടെ എത്താറ് അതിന്റെ വാതിൽക്കൽ നമ്മൾ എത്തി. പക്ഷെ ഇപ്പോഴും നിരാശ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ അപചയങ്ങള്, അബദ്ധസഞ്ചാരങ്ങൾ, കിട്ടാം. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്, ഇടതുപക്ഷത്തെയാണ് ഞാനിപ്പം ഇടതുപക്ഷക്കാരനായ എൻ്റെ ആദ്യ ഇടതുപക്ഷം തന്നെയാണ്. നമ്മൾ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റേവരെ നേരിടാൻ കഴിയുള്ളൂ, പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. സംഘപരിവാറിനെ പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് ആന്തരികമായിട്ട് നമ്മൾ ശക്തിപ്പെടണം. പക്ഷെ ആന്തരികമായിട്ട് നമ്മൾ ദുർബലരാകുകയാണ് ചെയ്യുന്നത്. അമിതമായിട്ടുള്ള ഒരു ഞാൻ പറയാം, ഇപ്പൊ നമ്മളിപ്പം നടത്തിയിരിക്കുന്ന അയ്യപ്പ സംഭവം, അതുപോലെ അങ്ങനെയുള്ള സംഗതികളൊക്കെ മുന്തോട്ടിനോട് യോജിപ്പുണ്ടോ? എനിക്കതിൽ എന്തിനാണ് അതിനൊക്കെ പോകുന്നതെന്നുള്ളതാണ്. നമ്മളതിനൊന്നും അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് വെട്ടുകളാണ് അതൊന്നും. പക്ഷെ ഇതൊക്കെ നമുക്കെല്ലാം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതാണ് എല്ലാ സ്ഥലത്തും നമ്മൾ ഒത്തുതീർപ്പിനുകൊണ്ട് ശ്രമിക്കേണ്ടത്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ തന്നെ നോക്കും, ഒരുപാട് കാലം വെള്ളാപ്പള്ളിയെ നമ്മൾ തള്ളിപ്പറഞ്ഞതാണ്. ഇപ്പം വെള്ളാപ്പള്ളിയാണ് ഏറ്റവും അടുത്ത് നമ്മുടെ സുഹൃത്ത്, രാഷ്ട്രീയ സുഹൃത്ത്. അപ്പം അത് ഇതിന്റെ പ്രശ്നം, നമുക്ക് അധികാരത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അബദ്ധസഞ്ചാരങ്ങൾ അനിവാര്യമാണ്, കേട്ടോ. അതേസമയത്ത് നമുക്ക് അധികാരത്തിൽ മാറി നിൽക്കാൻ സാധിക്കില്ല. വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പൊ ഇടതുപക്ഷം നേരിടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഒത്തുതീർപ്പുകൾക്ക് പോകുന്നത് നല്ലതാണ്. അധികാരം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നത്, അതാണ് വേണ്ടത്.